അങ്ങനെ അച്ഛൻ തന്നെ വിശ്വസിച്ചിരുന്ന കണക്ക്, അച്ഛൻ ആഗ്രഹിച്ചിരുന്ന കണക്ക് ആ ഒരു ബിസിനസ് ഏറ്റെടുത്ത് നടത്താനായി തന്നെ തീരുമാനിച്ച് തേ അങ്ങനെ കമ്പനിയിലേക്ക് വലതുകാല് വെച്ച് വരുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റ് തന്നെ ഇവർക്കൊരു ക്ലയന്റ് ഉണ്ട്. ക്ലയന്റിന് ഇവരൊരു ടെക്സ്റ്റൈൽ ഡെലിവറി ചെയ്യാനായിട്ടൊക്കെ ഡീലിംഗ്സ് ആണ് ലാസ്റ്റ് ആയി തേയുടെ അച്ഛൻ ചെയ്തിരുന്നത്. അതായത് അദ്ദേഹത്തിന്റെ അവസാന ഡീലിംഗ് എന്തായിരുന്നു, മറ്റേ ഒരു എമൗണ്ട് ഒക്കെ അഡ്വാൻസ് ആയി കൊടുക്കുന്ന കാര്യത്തെ പറ്റി ആ ഒരു ഡീലിംഗ് തന്നെ. അതിന് വേണ്ട ഡെലിവറി എടുക്കാനായി കമ്പനിയിൽ ഒരു സീനിയർ സ്റ്റാഫായ ഗോ പോകാനായി ഒരുങ്ങുമ്പോ ഞാനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ തേ പോകുന്നു. ഒപ്പം സിയോണിനെയും കൂട്ടുന്നുണ്ട്. അങ്ങനെ അവർ ആ പോർട്ടിന്റെ അവിടെ എത്തുന്നുണ്ട്. ആ ടീം ഇവർക്ക് കൊടുക്കാനായിട്ടുള്ള ആ ഒരു ഇറ്റാലിയൻ ക്ലോത്ത് ഡെലിവറിയുടെ കുറെ കണ്ടെയ്നേഴ്സ് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ തേയെ ഒട്ടും വില കൽപ്പിക്കാതെ ഗോ തന്നെ അവിടെ ചെന്ന് കാര്യങ്ങൾ സംസാരിക്കാനായി നോക്കുന്നു. ഈ ടീം തേയെ കണ്ട് ആളോട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു ട്രക്ക് ഡ്രൈവർ അത് ആരാണെന്ന് ചോദിക്കുമ്പോ ഇതാ മരണപ്പെട്ട ബോസിന്റെ മോനാണ്, ഒന്നിനും കൊള്ളത്തില്ല, ബിസിനസ് ഒന്നും അവൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അവനെ വലിയ മൈൻഡ് ആക്കേണ്ടെന്ന രീതിക്ക് ഈ ഗോ ആ ട്രക്ക് ഡ്രൈവറിനോട് തേയെ പറ്റി വളരെ വില കുറച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും ട്രക്ക് ഡ്രൈവർ അയാളെ വലിയ മൈൻഡ് ആക്കാതെ തേയോട് സംസാരിക്കുന്നുണ്ട്. ബിസിനസ്സിൽ അത്ര എളുപ്പം കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ആദ്യമൊക്കെ വീണെന്നിരിക്കാം, പക്ഷെ വിട്ടുകളയാതെ പരിശ്രമിക്കണം, അതാണ് ഒരു ബിസിനസിന്റെ വിജയം എന്നല്ല അയാൾ പറയുമ്പോ തേ അത് കേൾക്കുന്നുണ്ട്. അങ്ങനെ തേയും ഷിയോണും അവിടെ ഉള്ളതൊന്നും മൈൻഡ് ചെയ്യാതെ ആ ഗോ എന്ന സ്റ്റാഫ് ആകട്ടെ അവിടെ നിന്ന് ഇവർക്ക് ഡെലിവറി ചെയ്യാനായിട്ടുള്ള ആ ഒരു ഇറ്റാലിയൻ ക്ലോത്ത് ഒക്കെ ഉള്ള കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്നുണ്ട്. അയ്യോ നമ്മൾ കയറിയില്ലല്ലോ എന്ന്. അതുകൊണ്ട് തേ പെട്ടെന്ന് വെപ്രാളം പിടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കാറുണ്ടല്ലോ, നമുക്ക് അതിൽ പോവാം എന്ന് പറഞ്ഞ് സിയോണാണ് അവനെ ധൈര്യത്തിൽ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അങ്ങനെ പോകുന്ന ടീമെല്ലാം ഈ ട്രക്ക് ഇവർക്ക് മുന്നേ കുറെ പോയല്ലോ, ആ ഒരു സമയത്ത് ട്രക്ക് എത്തുന്നതിന് മുന്നേ അവിടെ എത്താമെന്ന രീതിക്ക് സിയോൺ ഇവർക്ക് എത്തേണ്ട ആ ഒരു കമ്പനിയുടെ അവിടെ എത്താനായി ഷോർട്ട് കട്ടാണ് മാപ്പിൽ നോക്കി ഇപ്പോ തേക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ എന്തായാലും അവരവിടെ എത്തുന്നുണ്ട്. പക്ഷെ ട്രക്ക് എത്തിയതേ ഇല്ല. ഇവരവിടെ അങ്ങനെ നിൽക്കുമ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് ഇവരുടെ അടുത്തെത്തി സംസാരിക്കുന്നുണ്ട്. എവിടെ പ്രോഡക്റ്റ് എവിടെയെന്ന് അവർ ചോദിക്കുമ്പോഴേക്കും അത് പിന്നെ എത്തുന്നുണ്ട്, ഞങ്ങൾ ഒരു ഷോർട്ട് കട്ട് വഴി വന്നതാ, മെറ്റീരിയൽസ് ഇപ്പൊ എത്തുമെന്നായിരുന്നു സിയോൺ അവിടെ പറയുന്നത്. അങ്ങനെ ഇവർ ആ കമ്പനിയുടെ അടുത്തേക്ക് നടന്നു നീങ്ങുന്നു. കമ്പനിയുടെ അകമൊക്കെ കാണുമ്പോൾ എന്തോ ഒരു ഡൗട്ട് തേക്ക് തോന്നുന്നുണ്ട്. ഈ ഒരു കമ്പനി എത്ര നാളായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ 30 വർഷമായിട്ട് ഇവിടെ ഉള്ളതാണെന്ന് അവിടുത്തെ സ്റ്റാഫ് പറയുമ്പോൾ, പക്ഷേ തേക്ക് അങ്ങനെ തോന്നുന്നില്ല. 30 വർഷമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുടെ മട്ടും ഭാവവും അല്ല അവൻ അവിടെ ഫീൽ ചെയ്യുന്നത്. എന്തോ ഒരു എംപ്റ്റിനെസ് അവന് ഫീൽ ചെയ്യുന്നുണ്ട്. പല ഭാഗങ്ങളും പ്രവർത്തനരഹിതമായ കണക്ക് ഒഴിഞ്ഞൊക്കെ കിടക്കുന്നു. കൂടാതെ അവിടുത്തെ ഫാക്സോ ടെലിഫോണോ ഒക്കെ വർക്കിംഗ് അല്ലാതൊക്കെ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണുള്ളതെന്നും മനസ്സിലാക്കുന്നവൻ അതിനെപ്പറ്റി സിയോണിനോട് പറയുമ്പോൾ അവൾക്കും ശരിയാണെന്ന് തോന്നുന്നുണ്ട്. ഇവരിവിടെ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി തന്നെയാ, പക്ഷെ എന്തിനായിരിക്കും ഇവർ കോളും ഫാക്സും ഒന്നും വരാത്ത രീതിക്ക് എല്ലാം കട്ട് ചെയ്തിട്ടിരിക്കുന്നതെന്ന് അവൾക്ക് കാണുമ്പോൾ ഒരു ഡൗട്ട്. എന്തോ പന്തികേടുണ്ട്, ഇവരുടെ കമ്പനിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുന്ന തേയാട്ടെ എന്തായാലും അവരുടെ ഡോക്യുമെന്റിൽ നമ്മുടെ കമ്പനിയുടെ സീൽ പതിപ്പിച്ച് ഡീലിന്റെ ബാക്കി നടപടികളിലേക്ക് പോവാതെ നീ ഒന്ന് നോക്ക്. ഞാൻ എന്തായാലും നമ്മുടെ ഫാബ്രിക്സ് അവരുടെ ഗോഡൌണിൽ എത്താതെ തടയാമെന്ന് പറയുന്നു. കാരണം മുന്നേ അവിടുത്തെ സ്റ്റാഫിനോട് സംസാരിക്കുന്ന ടീം മനസ്സിലാക്കിയിരുന്നു ഇവർ ഡീൽ ചെയ്യാമെന്ന കമ്പനി ഇതാണെങ്കിലും ഇവരുടെ ഐറ്റം പോകേണ്ട ഗോഡൌൺ ഇവിടെയല്ല ഉള്ളത്, അത് കുറച്ച് മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തങ്ങളുടെ ആ ട്രക്സ് എത്രയും പെട്ടെന്ന് അവിടെ എത്താതെ തടയണം എന്നതാണ് ഇപ്പോ തേയുടെ ലക്ഷ്യം. അങ്ങനെ അവൻ വേഗം ഇവിടെ നിന്ന് പുറപ്പെടുന്നു. അങ്ങനെ ട്രക്ക് കാണുന്ന തേ അത് തടയാനായി നേരെ മുന്നേ ചെന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ അവർ ബ്രേക്ക് പിടിച്ചത് കൊണ്ട് തേ രക്ഷപ്പെട്ടെന്ന് പറയാം. തുടർന്ന് ഗോ തേയോട് ഭയങ്കരമായി ഷൗട്ട് ചെയ്യുന്നു, നീ എന്തേ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുമ്പോ നമ്മുടെ ഫാബ്രിക്സ് ആ കമ്പനിക്ക് കൊടുക്കരുത്, പ്രശ്നമാണെന്ന് പറയുമ്പോൾ എന്ത് പ്രശ്നം, നീ ഒന്ന് മാറി നിന്ന്, നിനക്ക് എന്തറിയാം ബിസിനസിനെ പറ്റി, ഈ ഫാബ്രിക്സ് ആ കമ്പനിയിൽ ഏൽപ്പിച്ചാലേ നമുക്ക് കിട്ടേണ്ട കാശ് കിട്ടത്തുള്ളൂ, എങ്കിലേ എംപ്ലോയീസിനൊക്കെ ശമ്പളം കിട്ടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അയാൾ ആ ശമ്പളം കിട്ടേണ്ട കാര്യങ്ങളെ പറ്റിയാണ് അവിടെ സംസാരിക്കുന്നത്. തേ എത്ര തടഞ്ഞിട്ടും ആ ഒരു ഫാബ്രിക്സ് ഒക്കെ എത്തിക്കുന്ന വാശിയിലായിരുന്നു ഗോ ഉണ്ടായിരുന്നത്. മാറി നിൽക്കണമെന്നൊക്കെ പറയുമ്പോൾ മാറില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്ന തേ ഉറപ്പിച്ച് പറയുമ്പോൾ എങ്കിൽ ഇവന്റെ ദേഹത്തൂടെ വണ്ടി കയറ്റി ഇറക്കാനായി ഗോ പറയുന്നുണ്ട്. എങ്കിൽ അതൊന്ന് കാണണമല്ലോ മറ്റുള്ള റോഡിൽ അങ്ങനെ മലന്ന് കിടക്കുകയാണ് തേ. ഈ സമയം ഗോ തിരിച്ച് വണ്ടിയിൽ ചെന്ന് കയറി അങ്ങനെ വണ്ടി മുന്നോട്ട് എടുക്കുന്നത് നമുക്ക് കാണാം. ആക്ച്വലി അങ്ങനെ കിടക്കുന്ന ടീം തേക്ക് സത്യത്തിൽ പേടിയൊക്കെ ആവുന്നുണ്ട്, ഇവർ തന്റെ നെഞ്ചത്തോടെ വണ്ടി കയറ്റി ഇറക്കുമെന്ന്. പക്ഷെ രണ്ടും കൽപ്പിച്ച് ഇത് തടയണം എന്ന രീതിക്ക് അവൻ അവിടെ കിടക്കാണ്. കാരണം ഈ ഒരു ഡീലിംഗ് കംപ്ലീറ്റ് ആയാലും ഒരു പ്രതീക്ഷ കണക്ക് കാശ് കിട്ടുന്നോ അല്ലെങ്കിൽ എല്ലാം സക്സസ്ഫുള്ളി നടക്കുന്നോ ഒന്നും തേക്ക് തോന്നില്ല. അവൻ എന്തോ ഒരു വലിയ നെഗറ്റീവ് വൈബാണ് ഇപ്പൊ ആ കമ്പനി പോയപ്പോ തന്നെ ഫീൽ ആയത്. അതുകൊണ്ടാണ് അവൻ തടയാനേ നോക്കുന്നത്. എന്തായാലും തേ അങ്ങനെ കിടക്കുന്ന സമയത്ത് തേയുടെ മുഖത്തേക്ക് കുറച്ച് ചെറിയ ബ്ലോസത്തിന്റെ പൂക്കൾ ഇങ്ങനെ കൊഴിഞ്ഞു വീഴുന്നുണ്ട്. ഈ സമയത്തൊക്കെ ഇതേ പൂക്കൾ കാണിച്ച് ഇത് മരത്തിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ ഇതിന്റെ ജീവിതം അവസാനിക്കല്ല, ഇത് പിന്നീട് അതിന്റെ വിത്ത് അങ്ങനെ മണ്ണിലായി മുളച്ചു വന്ന് മരമായി മാറാനായിട്ടുള്ള അതിന്റെ അടുത്ത പ്രയാണം ആരംഭിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അവനെ മോട്ടിവേറ്റ് ചെയ്തിരുന്നല്ലോ കുട്ടിക്കാലത്ത്. ആ ഒരു കാര്യങ്ങളൊക്കെ ഓർത്ത് അവൻ ഇങ്ങനെ കിടക്കാൻ ഇതേ ടീം തന്നെ ഡീലില് സീൽ ചെയ്യാനായി സിയോണിനോട് ആ കമ്പനിയുടെ സ്റ്റാഫ് ആവശ്യപ്പെടുമ്പോൾ അങ്ങനെ സീൽ ചെയ്യരുതെന്ന് തേ ആവശ്യപ്പെട്ടിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അതൊന്ന് തടയാനായി സിയോൺ ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം എന്നിട്ട് സീൽ ചെയ്യാന്ന് പറഞ്ഞ് പതിയെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഈ സമയം അവിടേക്ക് കുറെ പ്രക്ഷോഭകർ എത്തുന്ന കാഴ്ചയാണ് സിയോൺ കാണുന്നത്. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് ഈ ഒരു കമ്പനി ക്ലോസിംഗിന്റെ വക്കത്ത് നിൽക്കായിരുന്നു. കമ്പനി അങ്ങനെ ക്ലോസ് ചെയ്യാനായി മാനേജ്മെന്റ് തീരുമാനിച്ചിരുന്നു. അവരപ്പോ ആ ഒരു കാര്യമൊന്നും അറിയിക്കാതെയാണ് ഇവരുടെ കമ്പനിയുമായി ഡീലിന് വന്നത്. ആ കമ്പനി അങ്ങനെ ക്ലോസ് ചെയ്താൽ ബാധിക്കാൻ പോകുന്ന എംപ്ലോയീസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അവർക്ക് ഒരു ബെനിഫിറ്റ്
ബെനിഫിറ്റും കമ്പനി നൽകാത്തതിന്റെ പേരിൽ പ്രക്ഷോഭത്തിന് എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നു. ഇവരപ്പോ പ്ലാൻ ചെയ്ത് തേയുടെ ഒക്കെ കമ്പനിയെ പറ്റിച്ച് ബൾക്കായി ആ ഒരു മെറ്റീരിയൽസ് കാശ് കൊടുക്കാതെ കൈക്കലാക്കാനായിട്ടുള്ള നീക്കമായിരുന്നു. എന്തായാലും സീല് ചെയ്യാൻ പാടില്ല എന്ന് തേ പറഞ്ഞത് എത്ര കറക്റ്റ് ആയ കാര്യമാണെന്ന് മനസ്സിലാക്കുന്ന സിയോൺ വേഗം തന്നെ ഇപ്പൊ അവൾ മനസ്സിലാക്കിയിരിക്കുന്ന ഈ ഒരു കാര്യം തേ അറിയിക്കാനായി അവിടെ നിന്ന് പുറപ്പെടുന്നുണ്ട്. അങ്ങനെ പോകും വഴി തേ റോഡിൽ ഇങ്ങനെ കിടക്കുന്നതും അവൻ തടഞ്ഞു വെച്ചിരിക്കുന്ന ട്രക്കുകളും സിയോൺ കാണുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അവൾ തേ പറയുന്നത് മിസ്റ്റർ ഗോ മനസ്സിലാക്കാതെ അങ്ങനെ ഇവിടെ പ്രശ്നം നടക്കുന്നതാണെന്ന് മനസ്സിലാക്കി തേയെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഗോവിനോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. തേ പറഞ്ഞ ശരിയാണ്, നമ്മളിപ്പോ ഒരു ഡീൽ ചെയ്യരുത്, അവർ കമ്പനി ഷട്ട് ഡൗൺ ചെയ്യാനായി തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ പ്രക്ഷോഭമൊക്കെ ഇപ്പൊ അവിടെ നടക്കുന്നുണ്ട് അവരുടെ എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്ന്. അങ്ങനെ ഷട്ട് ഡൗൺ ചെയ്യാനായി തീരുമാനിച്ചവർ എന്തിനായിരിക്കും നമ്മുടെ അടുത്ത് നിന്ന് ഇത്രയും മെറ്റീരിയൽസ് വാങ്ങുന്നത്? അവരാ വാങ്ങുന്ന മെറ്റീരിയൽസിന് കാശ് തരുമെന്ന് തോന്നുന്നുണ്ട്. ഇതുവരെ നമുക്ക് തന്നിട്ടില്ല. നമ്മളായിട്ട് അവർ കാശ് തരുമെന്ന് വിശ്വസിച്ച് അവരുടെ ഗോഡൌണിൽ ഈ കാര്യങ്ങളൊന്നും അറിയാതെ മെറ്റീരിയൽ കൊണ്ട് ഇറക്കിയാൽ നമുക്ക് കാശ് കിട്ടുമെന്ന് എന്ത് ഉറപ്പാണുള്ളത്? കാശും പോവും, മെറ്റീരിയലും പോവും, അവർ കമ്പനി പ്രത്യക്ഷത്തിൽ പൂട്ടുകയും ചെയ്യും. തുടർന്ന് നമ്മൾ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിച്ച് നടന്ന കാര്യങ്ങളെ പറ്റി ഗോവിനോട് സിയോൺ പറയുമ്പോഴാണ് അയാൾക്കും തേ പറഞ്ഞതിന്റെ ആ ഒരു വലിയ സത്യാവസ്ഥ മനസ്സിലാവുന്നത്. ഇത്രയും നേരം മിസ്റ്റർ ഗോ വിചാരിച്ചിരുന്നത് ബിസിനസ് അറിയാത്ത തേ എന്തൊക്കെയോ വട്ട് കാണിക്കുന്നതാണ്, അവന്റെ ഫസ്റ്റ് വലിയ ഷൈൻ ചെയ്യുന്നതാണെന്നാണ്. ഇപ്പോഴാണ് അയാൾക്ക് കാര്യം മനസ്സിലാവുന്നത്. എന്തായാലും അയാളാകട്ടെ ചതി പറ്റിയില്ലല്ലോ എന്ന് ആശ്വസിക്കുന്നുണ്ട്. അപ്പോഴേക്കും മറ്റേ ട്രക്ക് ഡ്രൈവർ ഞങ്ങൾ ഈ ലോഡൊക്കെ എവിടെ ഇറക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കൊരു വെയർ ഹൗസ് ഉണ്ട്, അവിടെ ഇറക്കാന്ന് ഗോ പറയുന്നുണ്ടെങ്കിലും തേയോട് നമുക്കൊരു വെയർ ഹൗസും ഇല്ല, എന്തായാലും നീ എങ്ങനെയും ഇവരൊന്ന് ഡീൽ ചെയ്യും, അപ്പോഴേക്കും ഞാൻ എവിടുന്നേലും ഒരു വെയർ ഹൗസ് ഈ ലോഡ് ഇറക്കാനായിട്ട് സംഘടിപ്പിക്കാമെന്നും പറയുന്നു. അങ്ങനെ തേ ആകട്ടെ ആ ഒരു ട്രക്കിൽ കയറി പോകുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അല്ല അങ്ങനെ വണ്ടി എന്റെ നെഞ്ചത്തൂടെ കയറ്റി ഇറക്കിക്കോന്നും പറഞ്ഞ് കയറി കിടന്നപ്പോ ഒരു പേടിയും തോന്നിയില്ലേന്നല്ല ട്രക്ക് ഡ്രൈവർ ചോദിക്കുമ്പോൾ പേടി ഉണ്ടായിരുന്നു, പക്ഷെ എന്റെ ജീവനേക്കാൾ വലുത് എനിക്ക് ഈ കമ്പനിയാണല്ലോ, അപ്പോ പിന്നെ ആ ഒരു സമയത്ത് അങ്ങനെ എനിക്ക് ചെയ്യേണ്ടി വന്നു എന്ന് തേ പറയുമ്പോൾ അതെന്താ കമ്പനിയോട് ഇത്രയും താല്പര്യമെന്ന് അയാൾ ചോദിക്കുമ്പോൾ അതെന്റെ അച്ഛനോടുള്ള സ്നേഹ, എന്റെ അച്ഛന്റെ എല്ലാം ആയിരുന്നു ഈ ഒരു കമ്പനി. എന്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ ലൈഫിലെ എത്രയോ വർഷങ്ങൾ ഈ ഒരു കമ്പനിക്ക് വേണ്ടി ചെലവഴിച്ചതാണ്, അപ്പൊ പിന്നെ എനിക്കത് നോക്കി നടത്തിയല്ലേ പറ്റൂ, അതിനുവേണ്ടി എന്റെ ലൈഫ് റിസ്ക് ചെയ്യേണ്ടി വന്നാൽ അതും ചെയ്യുമെന്നെല്ലാം അവൻ വളരെ സന്തോഷത്തിൽ പറയുന്നുണ്ട്. ഇതേ ടീം മറ്റ് സ്റ്റാഫ്സ് ആകട്ടെ ഒരു വെയർ ഹൗസ് തരപ്പെടുത്താൻ നോക്കുന്നുണ്ട്. പക്ഷെ വാടക കൊടുക്കാനൊന്നും ഇവരുടെ പെട്ടെന്ന് കാശില്ല, അല്ലെ അഡ്വാൻസ് ആയിട്ട് കൊടുക്കാനൊന്നും കാശില്ലല്ലോ. അതുകൊണ്ട് ഒരു കടത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരെങ്ങനെ വെയർ ഹൗസ് എങ്ങനെയാലും തരപ്പെടുത്താൻ നോക്കുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ സാധിക്കുന്നില്ല. കാശില്ലാത്തവർക്ക് ആര് വെയർ ഹൗസ് കൊടുക്കാൻ? അങ്ങനെ കുറെ സമയം പോകുന്നു. അപ്പോഴേക്കും വെയർ ഹൗസ് കാണിച്ചു തരാമെന്നും പറഞ്ഞു വണ്ടിക്കകത്ത് യാത്ര ചെയ്യായിരുന്നു തേയെ. ആദ്യമൊക്കെ അത് വിശ്വസിച്ച് അവൻ പറഞ്ഞ ഡയറക്ഷനിലോട്ടൊക്കെ വണ്ടി ഓടിച്ചപ്പോ കുറെ നേരം കഴിഞ്ഞിട്ട് ഇട്ട് വട്ടം കറക്കാണെന്ന് മനസ്സിലാക്കുന്ന ട്രക്ക് ഡ്രൈവേഴ്സ് കൈയോടെ പിടികൂടുന്നു. ദേഷ്യം വന്നവരാട്ടെ ഇനി ഇതൊന്നും ഞങ്ങൾക്ക് വണ്ടി കൊണ്ട് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു വണ്ടിയിൽ നിന്ന് അതൊക്കെ എടുത്ത് താഴേക്കിടാനായി തുടങ്ങുന്നു. അയ്യോ അങ്ങനെ ഇടല്ലേ, അതൊക്കെ വില കൂടിയ ഫാബ്രിക്സ് എങ്ങനെ ഇടല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറച്ചു നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യും, ഞങ്ങൾ ഒരു വെയർ ഹൗസ് തരപ്പെടുത്തട്ടെ എന്നൊക്കെ പറഞ്ഞ് തേ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ കേൾക്കാതെ അവരെടുത്ത് എറിയുന്നുണ്ട്. അതിലൊരു പാഴ്സൽ ആയിട്ട് ഇങ്ങനെ ഉരുണ്ട് വീണ് അത് മറ്റൊരു വണ്ടി ഇപ്പൊ കയറി ഇറങ്ങുന്ന ഘട്ടമാകുമ്പോഴേക്കും താൻ അപകടത്തിൽപ്പെടാം എന്നിരുന്നിട്ട് പോലും അത് മൈൻഡ് ആക്കാതെ തേ വേഗം ഓടിച്ചെന്ന് അതിങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്നത് കണ്ട് ആ ട്രക്ക് ഡ്രൈവർക്ക് പെട്ടെന്ന് മനസ്സലിയുന്നുണ്ട്. അയാൾ കാര്യങ്ങൾ അങ്ങനെ സമാധാനത്തിൽ പറഞ്ഞു മനസ്സിലാക്കുന്നു. മോനെ നീ ഞങ്ങൾക്ക് തരാനുള്ള ഇപ്പൊ വണ്ടി ഓടിയതിന്റെ കൂലി പതിയെ തന്നാ മതിയെന്ന് ഞങ്ങൾക്ക് പറയാം, പക്ഷെ ഈ ഒരു ലോഡ് ഞങ്ങൾക്ക് വണ്ടിയിൽ സൂക്ഷിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇത് ഇവിടെ എവിടെയും ഇറക്കാതെ ഞങ്ങൾക്ക് വേറെ വഴിയില്ലെന്നെല്ലാം അയാൾ പറയുന്നുണ്ട്. തുടർന്ന് ആ ഒരു ട്രക്കിൽ നിന്ന് ഇറക്കുന്ന ഫാബ്രിക്സ് ഒക്കെ തന്നെ ഇപ്പോ ട്രക്കുകളൊന്നും ആ ഒരു പാർക്കിംഗ് ഏരിയയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ട്രക്ക് പാർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കാമെന്ന് അവൻ തീരുമാനിക്കുന്നു. തുടർന്ന് അവൻ നാമിനെ വിളിച്ച് ആ ഒരു ജോലി എല്ലാം ചെയ്ത് തീർക്കുന്നുണ്ട്. അങ്ങനെ രാത്രി ഫുള്ള് ആ ഒരു ഫാബ്രിക്സിന് അവിടെ കാവലിരിക്കുന്നതും തേ തന്നെയാണ്. സത്യം പറഞ്ഞാൽ നല്ല തണുപ്പുള്ള ആ ഒരു സമയം അവനിങ്ങനെ പുറത്തിങ്ങനെ കാവലിരുന്ന് രാവിലെ ആകുമ്പോഴേക്കും തണുത്ത് വരച്ച ഒരു പരുവാവുന്നുണ്ട്. അപ്പോഴേക്കുമാണ് കമ്പനിയിലെ മറ്റേ സ്റ്റാഫുകളൊക്കെ സംഭവം അറിഞ്ഞ് അങ്ങോട്ടേക്ക് എത്തുന്നത്. അവരൊക്കെ തേടെ ആ ഒരു തണുത്ത അവസ്ഥ കണ്ട് സത്യത്തിൽ സങ്കടപ്പെടുന്നുണ്ട്. കാരണം അവർക്ക് രാത്രി എത്ര പരിശ്രമിച്ചിട്ടും ഒരു വെയർ ഹൗസ് തരപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അവർക്ക് ഒരെണ്ണം സെറ്റ് ആയത്. അങ്ങനെ വേഗം തന്നെ കിട്ടിയ വെയർ ഹൗസിലേക്ക് അത് മാറ്റുന്നുണ്ട്. പക്ഷെ ആ ഒരു വെയർ ഹൗസ് ഒരുമാതിരി തകർന്ന് തരിപ്പണ ആവാറായ അവസ്ഥ കണക്കാണ് തേക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ഇവിടെ ഫാബ്രിക്സ് വെച്ചാൽ ശരിയാവില്ല എന്ന് പറയുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കാവോ, ഇതെങ്കിലും കിട്ടിയില്ലേ, അല്ലെങ്കിൽ എവിടെ കൊണ്ടുവയ്ക്കും, കടത്തിന് ആര് വെയർ ഹൗസ് തരുമെന്നെല്ലാം ചോദിക്കുമ്പോൾ അവൻ ഉത്തരവില്ല. എന്തായാലും ഇപ്പൊ ഈ ഒരു വെയർ ഹൗസ് ഇവർക്ക് കടത്തിന് നൽകിയത് മറ്റാരുമല്ല ഹ്യുൻജുന്റെ അച്ഛനാണ്. തുടർന്ന് തേ അയാളെ കണ്ട് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നോട് ആദ്യം ചോദിക്കായിരുന്നല്ലോ, ഞാൻ ഹെൽപ്പ് ചെയ്യില്ലായിരുന്നു എന്നൊക്കെ അയാൾ ഏതാണ്ട് ഭയങ്കര നല്ലവനെ കണക്ക് തന്നെ തേയോട് സംസാരിക്കുന്നു. അങ്ങനെ അന്നത്തെ തിരക്കുകളൊക്കെ കഴിഞ്ഞ ശേഷം തേ തന്നെയാണ് സിയോൺ അവളുടെ വീടിന്റെ അവിടേക്ക് കൊണ്ടുപോകുന്നത്. അതിന്റെ ആവശ്യമില്ല എന്നെല്ലാം സിയോൺ പറയുമ്പോൾ ഇല്ല ഒരുപാട് ലേറ്റ് ആയില്ലേ, അതുകൊണ്ട് വേണ്ട ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞ് അവൻ അങ്ങനെ കൂടെ പോകുന്നുണ്ട്. അതിന്റെ ഇടയിൽ അവളോട് സംസാരിക്കുന്ന തേക്ക് അവൾക്ക് ഇപ്പോൾ ഉള്ള ആ ഒരു ബുക്ക് കീപ്പർ എന്ന പൊസിഷനിൽ നിന്ന് കമ്പനിയുടെ നല്ലൊരു പൊസിഷനിലേക്ക് ഒരു ട്രേഡിംഗ് സ്റ്റാഫായൊക്കെ എത്തണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് മനസ്സിലാവുന്നു. അങ്ങനെ അടുത്ത ദിവസം ഓഫീസിലേക്ക് എത്തുമ്പോൾ സിയോണിനെ നന്നായി തേ വാച്ച് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ബുക്ക് കീപ്പർ ഇരുന്നുകൊണ്ട് അവൾ അവിടെ ചെയ്യുന്ന ജോലികളാണ് അവൻ ശ്രദ്ധിക്കുന്നത്. അവിടെ ഇപ്പോൾ നിലവിലുള്ള സ്റ്റാഫ്സിലെ ഏറ്റവും താഴ്ന്ന പൊസിഷനിലാണ് സിയോൺ ഉള്ളത്. അവളെ കൊണ്ട് കൂടെ ഉള്ളവർ ഭയങ്കര ഭരിച്ച ഓരോ ജോലി ഏൽപ്പിക്കലാണ്. ഒരു ജോലി ഒരാൾ പറയുമ്പോൾ അത് ചെയ്തു തീരുന്നതിന് മുന്നേ അവളോട് മറ്റു ജോലി മറ്റൊരാൾ പറയും. അങ്ങനെ അവളിട്ട് ശരിക്കിട്ട് വട്ടം കറക്കുന്നതെല്ലാം തേ ശ്രദ്ധിക്കുന്നുണ്ട്. ഇങ്ങനെ ഇട്ട് പെടാപ്പാട് പെടുത്തുന്നത് കൊണ്ടാണോ അവൾ മറ്റൊരു പൊസിഷനിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്? ഇനി അങ്ങനെ ആഗ്രഹിച്ചാൽ തന്നെ അതിൽ എന്താണ് തെറ്റ്? അവൾ വളരെ ടാലന്റഡ് ആയ ഒരാളല്ലേ, എന്തൊക്കെ അവനിങ്ങനെ അവളെ പറ്റി മനസ്സിലോർക്കുന്നു. കാരണം ഈ ഒരു കമ്പനിയിൽ അവൾ അവനെ വളരെയേറെ
ഹെൽപ്പ് ചെയ്ത് കൂടെ നിൽക്കുന്ന ഒരാളാണ് മറ്റ് സ്റ്റാഫ്സുകളെ കമ്പയർ ചെയ്യുമ്പോൾ. അങ്ങനെ ആ സമയത്ത് അവിടെ ഒരു ഡിസ്കഷൻ വരുന്നത് ഇപ്പൊ അവരുടെ കയ്യിലുള്ള ആ ഒരു ഇറ്റാലിയൻ ഫാബ്രിക്സ് ഒക്കെ അവർ എന്ത് ചെയ്യും, എത്ര നാൾ ഇങ്ങനെ വെയർ ഹൗസിൽ വെക്കാൻ പറ്റും, ഇവർക്ക് ഇത് എങ്ങനെ മറ്റൊരു ക്ലയന്റിനെ കണ്ടെത്തി സെല് ചെയ്യാൻ പറ്റും എന്നതൊക്കെയാണ്. ഇത് കേൾക്കുന്ന സിയോൺ ആകട്ടെ എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഫാബ്രിക്സ് തന്ന ആ ഒരു ക്ലയന്റ്സിന് തന്നെ ഇത് തിരിച്ച് സെല് ചെയ്തുകൂടാന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഇത് നമ്മൾ റിട്ടേൺ കൊടുത്താൽ അവർ എടുക്കുമെന്നായിരുന്നു മറ്റ് സ്റ്റാഫ്സിന്റെ ഡൗട്ട്. തീർച്ചയായും പറ്റും, ഇത് ഇവരുടെ എഗ്രിമെന്റിലുള്ള ഒരു കാര്യമാണ്, റിട്ടേൺ കൊടുക്കാൻ സാധിക്കും. പക്ഷെ അവർ നമുക്ക് വിറ്റ വിലയ്ക്ക് തിരിച്ചെടുക്കില്ല, കുറച്ച് ഡിസ്കൗണ്ട് ചെയ്തേ നമുക്ക് വിൽക്കാൻ സാധിക്കുമെന്ന്. അങ്ങനെ തെയ്യും സിയോൺ പറഞ്ഞ ഒരു കാര്യത്തിൽ അവന്റെ അഭിപ്രായം പറയുന്നുണ്ട്, എത്ര റേറ്റിന് നമുക്ക് ഡിസ്കൗണ്ട് ഇട്ട് കൊടുക്കാമെന്നത്. അങ്ങനെ ആ ഒരു റേറ്റിന് ഇവർ കാൽക്കുലേറ്റ് ചെയ്താലും ഇവർക്ക് ലാഭമാണ് അപ്പൊ കിട്ടുന്നതെന്ന് മനസ്സിലാവുന്നു. കാരണം വെയർ ഹൗസ് ഉള്ളപ്പോൾ അതിൽ സ്റ്റോർ ചെയ്യാൻ നോക്കിയാൽ അതിൽ എത്ര എമൗണ്ട് ഇവർക്ക് ചെലവാകുമോ അതിനേക്കാൾ ലാഭത്തിൽ ഇപ്പൊ ഇവർക്ക് ഈ ഒരു ഫാബ്രിക്സ് റിട്ടേൺ ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുന്നവർ റിട്ടേൺ ചെയ്യാനായി തീരുമാനിച്ച് അങ്ങനെ ഇറ്റാലിയൻ കമ്പനിക്ക് അത് ഫാക്സ് അയക്കുന്നുണ്ട്. തുടർന്ന് ആ ഒരു റിപ്ലൈ ഫാക്സ് ആയി ലഭിക്കാനായി ഇവർ ഏറെ നേരം വെയിറ്റ് ചെയ്ത് ഏതാണ്ട് രാത്രിയാകുമ്പോൾ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് പോസിറ്റീവായ ഒരു റിപ്ലൈ ലഭിക്കുന്നുണ്ട്, ഫാബ്രിക്സ് റിട്ടേൺ എടുത്തോളാന്ന്. വേഗം തന്നെ എല്ലാവരും വളരെ ഹാപ്പി ആവുന്നു. അങ്ങനെ എംപ്ലോയീസ് അവിടെ നിന്ന് പോകുമ്പോഴേക്കും അന്ന് വളരെ വർക്ക് ചെയ്ത് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്ന തേ അവിടെ ടേബിളിൽ തല വെച്ച് ഉറങ്ങി പോകുമ്പോൾ ബാക്കി സ്റ്റാഫ്സ് ഒക്കെ പോയതുകൊണ്ടും ലാസ്റ്റ് പോകാനായി നിന്നിരുന്ന സിയോൺ പെട്ടെന്ന് അങ്ങനെ പോവാതെ അവന് തണുക്കുമല്ലോ എന്ന് കരുതി കോട്ടിട്ട് പുറച്ചു കൊടുക്കുന്നു. കൂടാതെ തല ഇങ്ങനെ ചുമ്മാ ഡെസ്കിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് വേഗം തന്നെ ബുക്ക് എടുത്ത് തലയുടെ ചോട്ടിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാവുന്ന രീതിക്ക് വരുമ്പോഴേക്കും അവൻ പെട്ടെന്ന് അവളുടെ കൈ പിടിച്ച് തലയണ കണക്ക് ഇങ്ങനെ തലയുടെ അവിടെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അവൾ പെട്ടെന്ന് ഇവൻ ചെയ്ത ഈ ഒരു കാര്യത്തില് ഷോക്കായി നിൽക്കുന്നു. അങ്ങോട്ടേക്ക് പെട്ടെന്ന് ആരോ വരുന്ന കണക്കൊരു ശബ്ദം കേട്ട് സിയോൺ വേഗം അവളുടെ കൈ വലിക്കുമ്പോഴേക്കും തേയുടെ തല ടേബിളിൽ ഇടിക്കുന്നുണ്ട്. അവൻ പെട്ടെന്ന് ചാടി എണ്ണിക്കുമ്പോഴേക്കും അവളും ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. പക്ഷെ അന്ന് രാത്രി ഭയങ്കരമായ മഴ പെയ്യാനായി തുടങ്ങുമ്പോൾ വേഗം തന്നെ സിയോൺ ആ ഒരു വെയർ ഹൗസിന്റെ അവിടേക്കും തേയും അവനുള്ള സ്ഥലത്ത് നിന്ന് ആ വെയർ ഹൗസിന്റെ അവിടേക്കും ഒക്കെ പുറപ്പെടുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ആ വെയർ ഹൗസ് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞിരിക്കായിരുന്നല്ലോ. അപ്പൊ ഈ മഴ പെയ്ത് ആ ഒരു ക്ലോത്ത് ഒക്കെ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഇവർക്ക് അത് വിൽക്കാൻ സാധിക്കും? അതുകൊണ്ട് വേഗം തേ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും സിയോൺ കവർ ചെയ്യാനുള്ള ജോലി തുടങ്ങിയിരുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി ചേർന്ന് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ജനാല വഴി ഭയങ്കരമായി എരിച്ചിലടിക്കുന്നു. തുടർന്ന് അത് ക്ലോസ് ചെയ്യാനൊക്കെ തേ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് സ്ലിപ്പായി അവൻ അടുത്ത് നിന്നിരുന്ന സിയോണിനെ തട്ടിയിട്ട് അവളുടെ കൂടെ മറിഞ്ഞടിച്ച് വീഴാണ്. അവളുടെ കയ്യിൽ അപ്പോഴേക്കും ഈ ഒരു ക്ലോത്ത് ഒക്കെ കവർ ചെയ്യാനായി കുറച്ച് പ്ലാസ്റ്റിക് വലിയ കവറുകൾ ഉണ്ടായിരുന്നു. അതിൽ ഉരുണ്ട് രണ്ടുപേരും ലോക്കായി പോകുന്നുണ്ട്. എന്തായാലും മഴ കണ്ടിട്ട് ഇവര് വന്ന കണക്ക് തന്നെ അടുത്തുണ്ടായിരുന്ന മറ്റു സ്റ്റാഫ്സും കൂടി വേഗം അങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഈ കാഴ്ചയാണ് കാണുന്നത്. അവർ വന്ന് പിടിച്ചെഴുന്നേപ്പിച്ചതുകൊണ്ട് രണ്ടുപേരും എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. തുടർന്ന് അവരെല്ലാവരും കൂടി ബാക്കി ക്ലോത്ത്സ് ഒക്കെ കവർ ചെയ്ത് ഒരുവിധം കാര്യങ്ങളൊന്ന് സെറ്റിൽ ചെയ്യുന്നു. ഈ ഒരു കാര്യം കൊണ്ടാണ് ഈ ഒരു വെയർ ഹൗസ് വേണ്ടാന്ന് തേ അപ്പോഴേ പറഞ്ഞു. അതായത് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണെന്ന് അവന് കണ്ടപ്പോഴേ മനസ്സിലായിരുന്നു. പക്ഷെ വേറെ വഴിയില്ലല്ലോ, അപ്പൊ ഇവർക്ക് അതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷെ ഇനിയും മഴ വരാൻ സാധ്യതയുണ്ട്. ഫാബ്രിക്സിന് ഒരു ഡാമേജും ഇല്ലാതെ എന്തെങ്കിലും ചെയ്തേ സാധിക്കും. പക്ഷെ എന്ത് ചെയ്യണം എന്നൊരു പിടുത്തമില്ല. എന്ത് ചെയ്യാൻ പോയാലും കാശ് വേണമല്ലോ, അതാണല്ലോ മെയിൻ ഒരു കാര്യം. എന്തായാലും ശേഷം എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.